ചരിത്രത്തിലാദ്യമായി BJP ഭരണം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ VV രാജേഷ് മേയറും GS ആശാനാഥ് ഡെപ്യൂട്ടി മേയറുമാകും. മേയർ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി കൗൺസിലർമാർ എത്തിത്തുടങ്ങി. അമൽ തേൻപറമ്പിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. അമൽ, എല്ലാവരും വോട്ട് ചെയ്യാനായി എത്തിത്തുടങ്ങിയല്ലേ? നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? മോത്തിയിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൗൺസിലർമാർ ഭൂരിഭാഗവും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. BJPയുടെ NDAയുടെ മേയർ സ്ഥാനാർത്ഥി VV രാജേഷും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ആശാനാഥും ഇവിടേക്ക് എത്താനുണ്ട്. CPMന്റെ അല്ലെങ്കിൽ LDFന്റെ മേയർ സ്ഥാനാർത്ഥി ഇതിനോടകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ശബരിനാഥ് അടക്കമുള്ള UDFന്റെ സ്ഥാനാർത്ഥിമാരും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി മേരി പുഷ്പം അടക്കമുള്ളവരും ഇവിടെയുണ്ട്. എന്തായാലും നിലവിലത്തെ അവസ്ഥയിൽ കാര്യമായൊരു മത്സരമില്ലാതെ BJPക്ക് വെല്ലുവിളിയില്ലാതെ BJPക്ക് വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വോട്ടെടുപ്പിന്റെ ഒരു ക്രമം പറയുകയാണെങ്കിൽ ആദ്യം മേയർ തെരഞ്ഞെടുപ്പാണ്, അതിനുശേഷം പിന്നീട് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും നടക്കും. മേയർ സ്ഥാനത്തേക്ക് അടക്കം നേരത്തെ പരിഗണിച്ചിരുന്ന MR ഗോവൻ ഉണ്ട്. വോട്ടെടുപ്പിന് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആശങ്കകളൊന്നും ഒരാശങ്കയില്ല. വളരെ സംഖ്യ നോക്കുമ്പോൾ 50 പേര് വിജയിച്ചിട്ടുണ്ട്. മറ്റ് സ്വതന്ത്രന്മാരുടെ സഹായം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഏതുകൊണ്ടും മേയർ ശ്രീ VV രാജേഷ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കിയാൽ ഉടനെ തന്നെ അദ്ദേഹത്തെ ഡിക്ലെയർ ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള ചെറിയ സമയം കൂടി ബാക്കി അവശേഷിക്കുന്നുള്ളൂ. ഉറപ്പായും VV രാജേഷ് തെരഞ്ഞെടുക്കപ്പെടും. വലിയ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. R ശ്രീലേഖയും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മേയർ സ്ഥാനത്തേക്ക് R ശ്രീലേഖയുടെ പേര് അവസാന നിമിഷം വരെ ചർച്ച ചെയ്തിരുന്നതിന് ശേഷമാണ് ഇവിടെ VV രാജേഷ് എന്നുള്ള പേരിലേക്ക് എത്തിയത്. മേയർ ഈ വിഷയത്തിൽ പ്രതികരണമില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ഈ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഏറ്റവും അവസാന നിമിഷം ശ്രീലേഖ ഒഴിവാക്കപ്പെട്ടത്. വോട്ട് ചെയ്യാനായി ഇവിടെ വേദി പങ്കിടുന്ന സമയത്ത് ശ്രീലേഖ IPSന്റെ മുഖഭാവം അത് പൊതുജനങ്ങളൊക്കെ ശ്രദ്ധിച്ചതാണ്. ഒരു ദുഃഖഭാരമോ അല്ലെങ്കിൽ നിരാശയോ എന്തൊക്കെയോ ബാധിച്ചതുപോലെയുള്ള ഒരു ഭാവവും ഒക്കെ ശ്രദ്ധിച്ചു. ഒപ്പം പ്രതികരണമില്ല, നോ കമന്റ്സ് എന്ന ഈ പ്രതികരണം കൂടി ആയപ്പോൾ എന്താണ് നമുക്ക് ചേർത്ത് വായിക്കാൻ? മോദി ഇപ്പോൾ നമ്മുടെ മൈക്കിന് മുന്നിൽ പറഞ്ഞ നോ കമന്റ്സ് എന്ന ആ പ്രതികരണത്തിന് വലിയ മാനങ്ങളുണ്ട്. അത് അധികം പ്രതികരണം ഉണ്ടാകുന്നില്ല എങ്കിൽ കൂടി ഈ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിൽ വലിയ അതൃപ്തി ശ്രീലേഖയ്ക്കുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ആ പ്രതികരണം. ആദ്യഘട്ടം ഈ MR ഗോവനിലേക്ക് നമ്മൾ പ്രതികരണത്തിന് പോകാനുള്ള കാരണവും ഈ R ശ്രീലേഖ പ്രതികരിക്കാൻ നേരത്തെ മാധ്യമങ്ങൾ എത്തിയപ്പോഴും പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചതാണ്. പക്ഷേ ഇന്നിപ്പോൾ മേയർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു പ്രതികരണം ഉണ്ടാകുന്നത്. R ശ്രീലേഖയുടെ തൊട്ടിപ്പുറത്തായി നമുക്ക് UDFന്റെ മേയർ സ്ഥാനാർത്ഥി മുൻ MLA കൂടിയായ K ശബരിനാഥനെ കൂടി കാണാൻ കഴിയുന്നുണ്ട്. സീറ്റെണ്ണം താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ഒരു പ്രതീക്ഷ. അല്ല, തീർച്ചയായിട്ടും എല്ലാ തിരഞ്ഞെടുപ്പുകളും നമ്മൾ വിജയത്തിന് വേണ്ടിയാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ നിലപാട് പറയുകയാണ്, നമ്മളൊരു ശക്തി പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ തവണ 9 പേരായിരുന്നു, അതിൻ്റെ 2 ഇരട്ടി അതിന് വിഴിഞ്ഞത്തെ ഇലക്ഷനോടെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ ശക്തിയേക്കാൾ കൂടുതൽ ശക്തി ഇവിടെ പ്രതിപക്ഷമായിട്ട് UDF കാണും. ഈ 2 സ്വതന്ത്രന്മാർ, അതിൽ ഒരാൾ UDFന്റെ പഴയ മണ്ഡലം പ്രസിഡന്റാണ്. തീരുമാനമല്ലോ വരട്ടെ, കുഴപ്പമില്ല. നമുക്ക് തൊട്ടിപ്പുറ UDFന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി മേരി പുഷ്പത്തെയും കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം എത്തി. ഇനിയിപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള NDAയുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള VV രാജേഷും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ആശാനാഥിൻ്റെയും വരവിനായാണ് കാത്തിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ അവരും എത്തിച്ചേരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.